നമ്മളിപ്പം മറൈൻ ഡ്രൈവിൽ പോകാനായിട്ട് നമ്മൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണ്. ഇത് കോട്ടയം KSRTC ബസ് സ്റ്റേഷനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി. നമ്മളിപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മളിപ്പം ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് വെയിറ്റ് ചെയ്ത് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുകയാണ്. നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ വണ്ടിയെ കയറാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി കാത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇതേ വരുന്ന കണ്ടോ. ഞാൻ ഏകദേശം 3 മണിയോടടുത്ത് ഇവിടെ വന്നപ്പോൾ 3 മണിക്ക് നമ്മുടെ ട്രെയിൻ വന്നു. നമ്മളിപ്പം ട്രെയിനിൽ കയറാൻ പോവാണ് മറൈൻ ഡ്രൈവിലേക്ക് പോകാനായിട്ട്. നമ്മളിതേ അവിടുന്ന് എറണാകുളം സ്റ്റേഷനിലെത്തി. അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം സ്റ്റേഷനിൽ നിന്ന് ഇപ്പം നമ്മൾ മറൈൻ ഡ്രൈവിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കേട്ടോ. എന്തായെന്ന് പറഞ്ഞാലും നല്ല വൃത്തിയുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ടൂറിസ്റ്റ് ഏരിയയാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമുക്ക് വന്നാൽ ഒരു നഷ്ടവും ഇല്ല. എന്നാന്ന് പറഞ്ഞാൽ ഒരു നല്ല വൈബ് തന്നെയാണ്. അതിൻ്റെ കവാടമാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണിത്. നമ്മളിതാണ്ട് ഈ ബോട്ടിലാണ് നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് നമ്മൾ കായലിലേക്ക് പോവുകയാണ് കേട്ടോ. ഒരു ആൾക്ക് 150 രൂപയാണ്. അതേ ബോട്ട് കിടക്കുന്നുണ്ടോ. നമ്മളിവിടുന്ന് കുറച്ച് ദൂരം 1 കിലോമീറ്റർ അവർ പറയുന്നത്, 1.5 കിലോമീറ്റർ യാത്രയുണ്ട്. ഇത് നമ്മുടെ ബോട്ടാണ് ഈ കിടക്കുന്നത്. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മൾ ബോട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. ചെറിയ ബോട്ടാണ്. 10-40 പേർക്ക് കയറാവുന്നൊരു ചെറിയ ബോട്ടിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് കണ്ടത്. നമ്മൾ അവിടുന്ന് ബോട്ട് കയറി ഒരു 40-42 പേരോളം ഈ ബോട്ടിലുണ്ട് കേട്ടോ. ചെറിയ ബോട്ടാണ്. ഒരാൾക്ക് 150 രൂപയാണ് നമ്മളൊരു സീറ്റിന്. ഒരു 40 പേര് കയറത്തക്ക രീതിക്കുള്ളൊരു ബോട്ടാണ്. അപ്പം ഇതൊരു 1.5 കിലോമീറ്റർ ദൂരമേ പോകത്തുള്ളൂ. ഇവർ പറയുന്നത് ബോൾഗാട്ടി പാലസ്, പിന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, പിന്നെ അങ്ങനെ കുറച്ച് ആ റൗണ്ട് കറക്കത്തക്ക രീതിക്ക് ഒരു മണിക്കൂർ ബോട്ട് യാത്രയാണ്. പക്ഷെ നല്ല ഇതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പോൾ നമ്മളിതേ ബോട്ട് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈ വേമ്പനാട്ട് കായലിൽ കൂടെ ബോട്ട് ഇപ്പം നമ്മൾ പുറകോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും ഹിന്ദിക്കാരാണ് ഈ ബോട്ടൊക്കെ കയറിയിരിക്കുന്നത്. മലയാളീസ് അങ്ങനെ കുറവാണ്. എങ്കിലും ഒരു 3-4 പേരൊക്കെ മലയാളീസ് ഉണ്ട്. ആന്ധ്രാക്കാരും പിന്നെ തമിഴന്മാരും ഒക്കെയാണ് ബോട്ടിൽ കയറിയിരിക്കുന്നത്. ബോട്ടിപ്പം നമ്മളിപ്പം ഇങ്ങോട്ട് പുറകോട്ടെടുത്ത് ആ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പം മറൈൻ ഡ്രൈവിൻ്റെ ആ മെയിൻ ഭാഗങ്ങളാണ്. ആ സൈഡിൽ കൂടെ ആ മെയിൻ ബിൽഡിംഗ് ഒക്കെ കാണുന്നത്. പിന്നെ മണിക്കൂറിന് 600 രൂപയ്ക്ക് നമ്മൾ കടലിലേക്ക് പോകുന്ന ബോട്ടുകളുണ്ട്. നമ്മളിപ്പം കടലിലേക്ക് പോകത്തില്ല. ഇതൊരു മണിക്കൂർ ആ വേമ്പനാട്ട് കായലിൻ്റെ സൈഡിലൊക്കെയുള്ള നമ്മുടെ ഈ ദ്വീപുകളിലൊക്കെയാണ് ഈ ബോട്ട് കറങ്ങുന്നത്. അതുകൊണ്ട് ആ അപ്പാർട്ട്മെൻറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫിലിം സ്റ്റാറും അത് കണക്കുള്ള ലക്ഷറി ആളുകളും താമസിക്കുന്ന വില്ലകളാണ്, ഫ്ലാറ്റുകളാണ്. ഞാനൊരു 5 മണി ടൈമിലാണ് ഈ ബോട്ട് കയറിയത്. ബോട്ട് ഇപ്പോൾ വിട്ടു.
നമ്മൾ ഈ വേമ്പനാടുകാരൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ബോട്ട് പതുക്കെയാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ. ചില വള്ളങ്ങൾ, ചില ബോട്ടുകൾ നമ്മൾ കടലിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഒരു പറഞ്ഞത്. അത് മണിക്കൂറിന് 600 രൂപയാണ്. അത് കടലിൽ വരെ പോയിട്ട് അത് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. നമ്മുടെ ബോട്ട് മണിക്കൂറിന് 150 രൂപയേ ഉള്ളൂ. അന്നേരം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമ്മളെ കൊണ്ട് തിരിച്ചിറക്കും. അതുകൊണ്ട് ഇപ്പം ഈ കാണുന്ന മുഴുവൻ അപ്പാർട്ട്മെൻറ്റ്സാണ്. നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിൽ കൂടെ ഒരു വലിയൊരു റോഡ് സൈഡുണ്ട്, നമ്മൾ നടക്കുന്നതൊക്കെ സൈഡ്. അതിൻ്റെ അപ്പുറം തന്നെ വലിയ വലിയ ഫ്ലാറ്റുകളാണ്. ആ ഫ്ലാറ്റുകളിൽ മുഴുവൻ ലക്ഷറി ആളുകളാണ് താമസിക്കുന്നത്. ബോട്ടിങ്ങിന് പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ.
ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസിലെ നമ്മുടെ ദ്വീപ്. ഇതാണ് ബോൾഗാട്ടി പാലസ്. നമ്മളിത് ബോൾഗാട്ടി പാലസിനോട് അടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇത് കേട്ടോ, ബോൾഗാട്ടി പാലസിനകത്ത് ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ദിലീപിൻ്റെ മൈ ബോസ് അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങളൊക്കെ ഇവിടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ദ്വീപാണ് കേട്ടോ, ഇതൊരു ദ്വീപാണ്. ഇതിനകത്ത് ഫിലിം ഷൂട്ടിംഗ് ഒക്കെ ഇപ്പം നടക്കുന്നുണ്ട്. വണ്ടി വരെ വന്ന് കിടപ്പുണ്ട്. ഒരു ദ്വീപാണ്. ഈ കാണുന്നതാണ് ബോൾഗാട്ടി പാലസ് കേട്ടോ. കാണുന്ന കണ്ടോ, ഹയാത്തിൻ്റെ 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മുടെ ബോൾഗാട്ടി പാലസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആ ദ്വീപിനകത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു ബിൽഡിങ്ങാണ്. നേരെ കാണുന്ന വൈപ്പിൻ പാലമാണ്. ആ കാണുന്നത് വൈപ്പിൻ പാലമാണ്. തൊട്ട് സൈഡിൽ തന്നെയാണ് ഹയാത്തിൻ്റെ 5 സ്റ്റാർ ഹോട്ടൽ. അവിടെ വരെയുള്ള നമ്മുടെ ബോട്ട് പോകത്തുള്ളൂ. അവിടെ ചെന്നിട്ട് നേരെ തിരിച്ച് നമ്മളെ കയറ്റിയ സ്ഥലത്തേക്ക് നമ്മൾ ബോട്ട് തിരിക്കും. പിന്നെ വ്യൂ ആണെന്ന് നോക്കിയാൽ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഈ ബോട്ടിൽ പോയാൽ നമ്മളിവിടെ നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. ഈ ബോട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് പൈസ കൊടുത്തെന്ന് പറഞ്ഞാലും കുറച്ച് പൈസ മുടക്കിയാൽ അതിമനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിക്ക് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതിമനോഹരമായൊരു ബിൽഡിങ്ങാണ് ഹയാത്തിൻ്റെ. ഈ ദ്വീപിനകത്താണ് ഈ 5 സ്റ്റാർ ഹോട്ടൽ ഇരിക്കുന്നത് കേട്ടോ.
നല്ലൊരു വന്നാൽ 100, 150, 600. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബുമാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വീഡിയോയ്ക്ക് ഉണ്ടാകണം. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.